ഒപ്പം തന്നെ ഇവിടുത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളും ഇവർ കണ്ടുപോകുന്നു, നാട്ടുകാരും ഒരേ സമയം തന്നെ കണ്ടുപോകുന്ന അത്തരത്തിൽ ഓരോ ആളുകളെ ഇപ്പോൾ വിട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഈ കരിമ്പനക്കൽ ഹാളിൻ്റെ പരിസരം മുഴുവൻ നാട്ടുകാരെ കൊണ്ടും അതുപോലെ തന്നെ വീട്ടുകാരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത്രയേറെ നീണ്ട വരി ഇവിടെ ഇപ്പോൾ തന്നെ രൂപപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യമാണുള്ളത്. എന്തായാലും വലിയ കണ്ണീരോടുകൂടി തന്നെ സ്കൂളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളും ഇവിടെ തന്നെയല്ലേ വരിക, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ. അധ്യാപികമാരും എല്ലാവരും കളക്ടർ അടക്കമുള്ളവർ അവിടെയുണ്ട് അല്ലേ? അരുൺ, കളക്ടർ അടക്കമുള്ള ആളുകളാണ് ഇപ്പോൾ മൃതദേഹത്തിൻ്റെ ഒപ്പം നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് പഞ്ചായത്തിൽ നിന്നുള്ള പ്രതിനിധികളും ഒപ്പം നിൽക്കുന്നുണ്ട്. ജില്ലാ കളക്ടറാണ് ഇപ്പോൾ ഇതിന് തൊട്ടടുത്ത് തന്നെ അതിനോട് ചേർന്ന് തന്നെ അവസാനം എത്തിയ ഇർഫാൻ ഷെറിൻ്റെ ഭൗതിക ശരീരത്തോട് തന്നെ ചേർന്ന് നിൽക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന കളക്ടറാണ്. ഇവിടെ കടന്നു പോകുന്ന ആളുകൾ സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ട്, അധ്യാപകരുണ്ട്, മദ്രസയിൽ ഒപ്പം പഠിച്ചിരുന്ന പഠിപ്പിച്ചിരുന്ന അധ്യാപകരുമുണ്ട്, സഹപാഠികളുണ്ട്. അങ്ങനെ അവിടെ സഹപാഠികളൊക്കെ പൊട്ടിക്കരഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വല്ലാത്തൊരു വേദന തന്നെയാണ്. ഒരു ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പെട്ടെന്നുള്ള ഒരു വിയോഗം. ഒരേ സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ട 4 വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പിരിഞ്ഞു പോകേണ്ടി വന്ന ഒരവസ്ഥ, അതിൻ്റെ വേദന ഉൾക്കൊള്ളാൻ കഴിയാത്തൊരവസ്ഥ. അവർ അവസാനം നോക്കി കണ്ട് അവർ യാത്രയാക്കാൻ വരുമ്പോൾ പോലും അതിന് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ആ വിദ്യാർത്ഥികളും അധ്യാപകരും അവിടുത്തെ ഉമ്മമാരും അമ്മമാരും എല്ലാം എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജില്ലാ കളക്ടർ അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള അന്ത്യോപചാരം ഇപ്പോൾ അർപ്പിക്കുകയാണ്. ജില്ലാ കളക്ടർ, പാലക്കാട് ജില്ലാ കളക്ടറാണ് ഇത്തരത്തിൽ ഓരോ മൃതദേഹത്തിന് മുമ്പിലും പുഷ്പചക്രം സമർപ്പിച്ചുകൊണ്ട് ആദരവ് അറിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. ഇത്തരത്തിൽ അതിനോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികളടക്കം ഓരോരുത്തരും അധ്യാപകരോടൊപ്പം വന്ന് ഇത്തരത്തിൽ കണ്ണീരടിഞ്ഞു പോകുന്നതിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആർക്കും ഇത് കണ്ടു നിൽക്കാൻ കഴിയുന്നത് പോലും അത്ര എളുപ്പമായിരിക്കില്ല. കാരണം അത്രയേറെ വേദന സഹിച്ചുകൊണ്ടാണ് ഇവിടെ ഓരോരുത്തരും ഈ അവസാന നോക്ക് കണ്ട് ഇവിടെ നിന്ന് മടങ്ങി പോകുന്നത്. അധികം നേരം കണ്ടു നിൽക്കാനുമുള്ള ആളുകളും കഴിയില്ല. കാരണം അത്രയേറെ നീണ്ട നിര ഇവിടെ നിൽക്കുന്നുമുണ്ട്. കാഴ്ചകളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപ്പനാട് കരിമ്പനക്കൽ ഹാളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് അജ്ന ഷെറിൻ എന്നത് മാത്രമാണ് നമ്മുടെ ഒരു ആശങ്ക. ആ കുഞ്ഞെങ്ങനെ സഹിക്കും എന്നുള്ളതാണ്. അവർ 5 പേരും ഒരുമിച്ചായിരുന്നു യാത്ര ചെയ്യുമായിരുന്നത്. ഇന്നലത്തെ ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ് ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമായതിൻ്റെ സന്തോഷത്തിൽ ഒരു കടയിൽ കയറി മിഠായി വാങ്ങിക്കഴിച്ച് കഷ്ടിച്ച് 1 കിലോമീറ്ററിൽ താഴെയുള്ള വീട്ടിലേക്ക് സ്കൂളിൽ നിന്ന് ഒരുമിച്ച് പുറപ്പെട്ടതാണത്. അജ്ന ഷെറിൻ ഈ അപകടം നടക്കുമ്പോൾ വളരെ പെട്ടെന്ന് തെന്നിത്തെറിച്ചൊരു കുഴിയിൽ വീണതുകൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. ബാക്കിയുള്ള 4 പേരും അജ്ന ഷെറിനെ ഒറ്റയ്ക്കാക്കി. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിധി അവരുടെ കൂട്ടുവെട്ടിയിരിക്കുന്നു. അജ്ന ഷെറിൻ മാത്രം ഒറ്റയ്ക്കായി. ബാക്കി 4 പേരും ചില്ലുപെട്ടിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കാഴ്ചയാണ്. അല്പസമയത്തിനുള്ളിൽ അവരെ കരിമ്പനക്കൽ ഈ ഹാളിൽ നിന്ന് ജുമാ മസ്ജിദിലേക്ക് മാറ്റും. തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ കാണാൻ കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥിനികൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു. നാട്ടുകാർ ഒഴുകിത്തുടങ്ങിയിരിക്കുന്നു. കണ്ണീർ കടലായി കരിമ്പ മാറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇത് കാണാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടുന്ന ഉമ്മമാരെ നിങ്ങൾക്ക് കാണാം. അവിടെ തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠികളെ ഒരു നോക്ക് കണ്ട് മദ്രസ മുതൽ 8ാം ക്ലാസ് വരെ 2 സ്കൂളുകളിലായി പഠിച്ച കൂട്ടുകാരികളെ കാണാനെത്തുന്നവർ കാണാം. ആ കൂട്ടുകാരികളുടെ രക്ഷിതാക്കൾ കാണാം. വല്ലാതെ ഒരു നടുക്കത്തിലാണ് ആ നാട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നമുക്കിപ്പം അർജുൻ മട്ടന്നൂർ കൂടി ചേരുന്നു. അർജുൻ മട്ടന്നൂർ, ആ കാഴ്ചകൾ കരളലിയിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. സിനോജ് നമുക്കൊപ്പം ഉണ്ട്. സിനോജ്, കരിമ്പനക്കൽ ഹാളിൽ വലിയൊരു നിര തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ഒരു നാട് മുഴുവൻ തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞോമനകൾക്ക് അന്ത്യയാത്രാമൊഴി നൽകാനെത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഈ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ, കരിമ്പ സ്കൂളിൽ നിന്ന് കുട്ടികളും അധ്യാപകരുമൊക്കെ എത്തിയോ ഇപ്പോൾ ഈ ഹാളിൽ? അതുകൊണ്ടിട്ട് ഞാൻ നമ്മുടെ മലപ്പുറം അരുണിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് പുറത്ത്
അർജുൻ മട്ടന്നൂർ കേൾക്കാമെങ്കിൽ. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തുപ്പനാട് കരിമ്പനയ്ക്കൽ ഹാളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപക വിദ്യാർത്ഥികളും തങ്ങളുടെ പ്രിയപ്പെട്ട സഹപാഠികളെ ചില്ലിലടച്ച് തങ്ങളുടെ കൂട്ടുകാരികളെ കാണാനായി എത്തുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരു നാട് മുഴുവൻ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയ സായാഹ്നമായിരുന്നു ഇന്നലെ. വൈകുന്നേരം 3:40 കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ 8 വിദ്യാർത്ഥികളുടെ നേരെയും ഒരു വാഹനം പാഞ്ഞു കയറുന്നത്.